ഹലോ കൂട്ടുകാരെ, നമ്മൾ ദിവസവും ചെയ്യേണ്ട ഒരു 3 കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ വരുന്നത്. നമ്മൾ ഉറങ്ങുന്നതിന് മുൻപ്, ഇപ്പോൾ ഞാൻ ഉറങ്ങാനായിട്ടുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഉറങ്ങുന്നതിന് മുൻപ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നിങ്ങൾ ഏത് മതവിഭാഗത്തിൽ പെട്ടവരായിക്കോട്ടെ, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആദ്യമായിട്ട് ഇന്നേ ദിവസം നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചു തന്ന എല്ലാവിധ അനുഗ്രഹങ്ങളെയും പ്രതി ദൈവത്തിന് നന്ദി പറയുക. അതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കിടക്കുന്നതിന് മുൻപ് നാളെ ദൈവം അനുവദിച്ച് തരികയാണെങ്കിൽ കാലത്ത് മുതൽ വൈകുന്നേരം വരെ നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ടാകും. നാളെ ആരെ കാണണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, ആരോടൊക്കെ സംസാരിക്കണം. ഇല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള വിഷയങ്ങൾ, ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മളൊന്ന് ചിന്തിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നാളത്തെ ഒരു ദിവസം നടപ്പാക്കാനായിട്ടുള്ള ശക്തി എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈ 3 കാര്യങ്ങൾ നമ്മൾ ദിവസം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് മേഖലകളിൽ നമ്മൾ തകർന്നു പോകുന്ന അവസ്ഥകളുണ്ടാകും. ആ സമയങ്ങളിൽ ചില വ്യക്തികളിലൂടെയോ ചില സാഹചര്യങ്ങളിലൂടെയോ ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രവർത്തിക്കുന്നതായിട്ട് അറിയാൻ സാധിക്കും. എൻ്റെ ജീവിതത്തിൽ എനിക്ക് പലപ്പോഴും അത് അനുഭവിക്കാണ്ട് സാധിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇന്ന് മുതലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മിക്കവാറും കുറേ പേരൊക്കെ ചെയ്യുന്നതായിരിക്കാം. ഇനി ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. അതിൻ്റെ മാറ്റം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. അതായത്, നമ്മൾ എന്ത് കാര്യം ചോദിച്ചാൽ ദൈവം തരുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരപ്പെടും. അപ്പം അതിന് നമ്മൾ ദൈവം എന്നുള്ള ആ സാന്നിധ്യത്തിനെ എൻ്റെ കൂടെയുണ്ട് എന്നൊന്ന് സങ്കല്പിക്കണം. ആ സങ്കല്പത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എല്ലാം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നടക്കട്ടെ എന്ന് തീരുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. എല്ലാം ഭംഗിയായി തീരും. താങ്ക് യു.